ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിയിട്ടില്ല. താരെന്താ അവിടെ കളിക്കുക? ഞാൻ വെറുതെ ഇങ്ങനെ. ജോലി നോക്കണോ? അവര് പോയി. ആരാടാ? കഥാപ്രസംഗക്കാർ കടന്നു പറഞ്ഞു. പിള്ളേച്ചേട്ടൻ അവരെ ചാക്കി കയറ്റി രക്ഷപ്പെടുത്തിയത്. അവനിപ്പോ എവിടുണ്ട്? ആ കള്ളപ്പിള്ള പടക്കപ്പുരയിലുണ്ട്. ശരിക്കും നടക്കടാ. മിസൈല് പൊട്ടണ പോലെ പൊട്ടണം. വെടിക്കെട്ട് കലക്കിയ പോരെ? വെടിക്കെട്ടല്ല, പാലത്തറക്കാരും മാടശ്ശേരിക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോണേ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എന്താ പാലുണ്ണിയേട്ടാ? നായിന്റെ മോനെ, നീ ആ കഥാപ്രസംഗക്കാരൻ നാളെ എടുത്തോലടാ. അയ്യോ, അവര് വരും. അവര് കായൽ കാണാൻ പോയിരിക്കുക. ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നല്ലേ ഉള്ളൂ. എന്തിനാ നിന്റെ 16 അടിയന്തരം നടത്താനോ? എന്തിനാ എന്റെ 16 അടിയന്തരം നടത്തണേ? ഞാൻ ചത്തുപോയോ? ചത്തുപോയിട്ടില്ലടാ, ചത്തുപോകും. കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും. മാസ്റ്ററെ, ഇവനിവിടെ പോകാൻ നോക്കിയോ? അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടിപ്പ് ഞാൻ കത്തിക്കും. നിന്നെ അടക്കം കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. രാവും പകലും നമ്മൾ കാവല് നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞിലോടാ. അതാ പാലത്തറക്കാരുടെ പണിയായിരിക്കും. ഏയ്, അതാ കള്ളപ്പിള്ളയുടെ പണിയാണ്. അയ്യോ, നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ. പണയം വെച്ച് പോലെ ഈ പടക്കപ്പുരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാനുമതി, നീ കരയണ്ട. നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ മതി. അത് വരണ്ടോ നോക്കാൻ? ഇല്ല, അവരിനി വരും തോന്നല്ല. എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെയാ മരിച്ചിരിക്കുന്നടി. ചേട്ടൻ അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്കൊരു പൂവമ്പഴം തിന്നണം. മധുരമുള്ളൊന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഇനി എന്ത് ഷുഗറാടി? അവരിനി ചങ്ങാടക്കടവിലെങ്ങാനും വരുവോ? അത് ശരിയാ, പോയി നോക്കാം നമുക്ക്. പിടിച്ചേ അല്ലേ ഞാനും പറഞ്ഞത്. കൊടുന്ന നീ പാതി നിന്നോ? വേണ്ട, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, മുഴുവനും നിങ്ങൾ കഴിച്ചോ. എന്തൊരു ടേസ്റ്റായി. എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ. നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ പന്നി? ഇനി എനിക്ക് എന്റെ ചേട്ടനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പഴം കഴിക്കരുതെന്ന് ഡോക്ടർ. ഡോക്ടർ അമ്മന്റെ വായ വരല്. സമയമായി, ചൂട്ട് കത്തിക്കടാ. ഒന്ന് പിടിച്ച് തീ കൊളുത്തട്ട ഗുരുക്കളെ. പണ്ടെന്റെ അച്ഛന്റെ ചിതക്ക് ഞാൻ തീ കൊളുത്തിയതാണ്. കത്തിക്കാൻ വരട്ടെ, ഞാൻ കത്തിക്കാം. നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആളി കത്തണം. എന്നല്ലേ പറയാൻ പോണേ? ആ കഥ തന്നെ. ഞാൻ പറഞ്ഞ കഥയല്ലേ പറയാൻ പോണത്. അതൊക്കെ ഞങ്ങൾ ഏറ്റെന്നേ.
കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. നല്ല ബെസ്റ്റ് പേരല്ലേ? ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയാൽ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയാൽ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഇതൊരു പ്രണയ കഥയാണ്. ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് പുതുക്കോട്ട. ആ ഗ്രാമത്തിൽ രാജ്യതുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മാടശ്ശേരി തമ്പി. ആ ഗ്രാമത്തിലെ മറ്റൊരു പ്രമുഖ തറവാടാണ് പാലത്തറ. അവിടുത്തെ ശ്രീദേവി തമ്പുരാട്ടിയെ മാടശ്ശേരി തമ്പി വിവാഹം കഴിച്ചു. പക്ഷെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് അധികകാലാവുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഇഹലോകവാസം വെടിഞ്ഞു. ആ രണ്ട് കുടുംബങ്ങളിലെയും ആളുകളുടെ ദുഃഖം അകറ്റിയത് ആ കുഞ്ഞാണ്. അവൾ ഇന്ന് വളർന്നൊരു രാജകുമാരിയെ പോലെ ആയി കഴിഞ്ഞു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അവളുടെ പേരാണ് ഗീതു. ആ രാജകുമാരിയുടെ ജന്മനാളാണെന്ന്, മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അങ്ങനെ ഇരു കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു പേമാരി പോലെ, ഒരു വെള്ളരി പോലെ അവൻ വന്നു. അതാ അവൻ ആ ഗ്രാമത്തിൽ കാലുകുത്തി കഴിഞ്ഞു. നാട്ടുകാർ അവനോട് ചോദിച്ചു, ആരാ, എവിടുന്നാ? അവൻ പറഞ്ഞു, ഞാൻ അനന്തൻ, മാടശ്ശേരി തമ്പിയുടെ മകൻ. ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാലത്തറയിലെ മാലതി തമ്പുരാട്ടിക്ക് ചതിവിൽ കിട്ടിയ മകൻ അനന്തൻ. ഗജമുഖൻ എളിമയുടെ വാളും മിഴിയിലാളും കൊടിയ തീയും തികയുവോ. ആരീവനകരൻ, ആരീയുവനൃപൻ, ആരീ ശരവണൻ, ആരീരവരൻ, ആരാകിലെന്തു വീരോടെ നിന്നു പോരാടുമളവിലിവനും ഒരഭിമന്യു. തല്ലിക്കോ, തല്ലിക്കൊന്നാലും ശരി, സത്യം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. നിങ്ങളുടെ സഹോദരി, എന്റെ അമ്മ മാലതി തമ്പുരാട്ടി, ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതല്ല, ഒഴിഞ്ഞു മാറിക്കൊടുത്തതാ ഈ ഗീതുവിന്റെ അമ്മയ്ക്ക് വേണ്ടി. ചതിവ് പറ്റിയ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായത് അനിയത്തി ഇയാള്. കള്ള കഴിവേറിന്റെ മോനെ, എന്തു ഭാവിച്ചാ നിന്റെ ഈ വരവ്? എന്തിനായി കെട്ടുകഥയൊക്കെ ഇവിടെ ഒന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ അമ്മ മരണക്കിടക്കേ കിടന്ന് എന്നോട് പറഞ്ഞ സത്യം. ഇനിയും തെളിവ് വേണമെങ്കിൽ ഇന്നാ. നീ പറഞ്ഞൊന്നും സത്യമല്ല. ഇതെല്ലാം നിന്റെ അമ്മ പറഞ്ഞതാണെങ്കിൽ അതും കള്ളവാ. എനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല. എനിക്കിങ്ങനെ ഒരു മകനുമില്ല. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ മറ്റൊരു സൂര്യോദയം നീ കാണില്ല. ആ പകലിന് മീതെ രാത്രിയുടെ തിരശ്ശീല വീണു. പുലർച്ചയ്ക്ക് കോഴി കൂകി. അത് കേട്ട് സൂര്യൻ ഉദിച്ചു. അനന്തൻ പോയില്ല. അതെ, അനന്തൻ പോയിട്ടില്ല. അവനങ്ങ് പാലത്തറയിലുണ്ട്. പാലത്തറക്കാർ അനന്തൻ അഭയം കൊടുത്തു. പ്രിയമുള്ളവരെ, മാടശ്ശേരി തമ്പി നേരെ പാലത്തറയിലേക്ക് കുതിച്ചു. അവനെവിടെ? അവനെ ഇങ്ങോട്ട് ഇറക്കിവിട്. ഇപ്പൊ മനസ്സില്ലെങ്കിലോ? എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായടാ. ഇനിയും നിനക്ക് ഞങ്ങൾ ചതിക്കാനാവില്ല. എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരണമെന്ന് നീ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങളെ കുടുംബത്തോടെ
ഞങ്ങളെ നീ ചതിക്കുകയായിരുന്നു. ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും ശരിയാ, സത്യം ഞങ്ങൾ തെളിയിക്കും. ഈ എന്തോന്നാടാ ഈ പറയുന്നത്? തമ്പിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് തോന്നുന്നുണ്ടോ? നിന്ന് ന്യായം പറയാതെ ഇറങ്ങി പോടാ. അയ്യോ പിന്നീട് അനന്തനെ ആ ഗ്രാമത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല. താമസിയാതെ ആ നാട്ടിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മാടശ്ശേരി തമ്പി അനന്തനെ കൊന്നു. കൊന്നു കൊന്നു. വന്നേ എന്തിനാടാ ഇതൊക്കെ? ഞാൻ എന്തിനാ വിളിക്കുന്നേ? എടാ, നാട് മുഴുവൻ പോലീസാ. നിന്നെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവുണ്ട്. നീ ഇവിടെ ഇരുന്നേ, ഇരിക്കേ. എടാ, ഇനിയെങ്കിലും സത്യം പറ, അവനെ നീ എന്താ ചെയ്തേ? അവനെ ഞാൻ അക്കരെ കൊണ്ടാക്കി. മേലാൽ ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞു. എടാ, ഇതൊക്കെ പറഞ്ഞ പോലീസും കോടതിയും വിശ്വസിക്കുവോ? ഇതിലെന്തോ ചതിയുണ്ട്. നീ വളരെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. നമുക്ക് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം. എടാ, എന്തായി? മുൻകൂർ ജാമ്യം കിട്ടിയില്ല. പിന്നെ പിടികൊടുക്കാത്തത് കൊണ്ട് നിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിനക്കേറ്റവും വിശ്വാസമുള്ള ഒരാളുടെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റണം. എടാ, പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. വെക്കോ. എടാ, ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട്. ഒന്നും വേണ്ട, വേഗം പറഞ്ഞ സ്ഥലത്തെത്താൻ നോക്ക്. താക്കോല് പിടി, വേഗം പോയേ. വയ്ക്കോ. പാലത്തറക്കാർ നിനക്കെതിരെ ഒരുപാട് സാക്ഷികളെ നിരത്തിയിട്ടുണ്ട്. വെള്ളം പോലെ കാശ് ഒഴുകി. പക്ഷെ അല്പഭാഗ്യം നമ്മുടെ പക്ഷത്തുണ്ട്. അനന്തന്റെ ഒരു ബാഗ് ചായപ്പീടികന് കിട്ടി. അതിലവന്റെ വസ്ത്രങ്ങളും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ട്. ലൈസൻസിലെ അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട്. O-. ഇനി അതേ പിടിച്ചൊരു കളി കളിക്കാം. അവനെ കൊന്നത് നീയാണെന്ന് അങ്ങോട്ട് സമ്മതിച്ചേരെ. നീ എന്തായി പറയുന്നേ? എടാ, ഞാൻ പറയട്ടെ. കഷ്ണം കഷ്ണമാക്കി അവന്റെ ശരീരം കായലിലെറിഞ്ഞു എന്ന് പറയണം. കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും അവന്റെ വസ്ത്രങ്ങളും വാഴത്തോപ്പി കുഴിച്ചിട്ടിരിക്കുകയാണെന്നും പറയണം. എന്തിന്? ആയുധത്തിലും വസ്ത്രത്തിലും രക്തം പുരട്ടി ഞാൻ വാഴത്തോപ്പി കുഴിച്ചിടാം. അത് പോലീസ് കണ്ടെടുക്കും. നിന്റെ കുറ്റസമ്മതം കൂടി ആകുമ്പോ നിനക്ക് ജാമ്യം കിട്ടും. എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് O-, വസ്ത്രത്തിലുള്ളത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട രക്തവുമായിരിക്കും. അതോടെ കേസ് പൊളിയും. എല്ലാം ഞാൻ നോക്കിക്കോളാം. മാടശ്ശേരി തമ്പി കുറ്റം സമ്മതിച്ചതല്ല. മൃഗീയമായ പീഡനങ്ങളിലൂടെ എന്റെ കക്ഷിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ ഹാജരാക്കുന്നു. കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അനന്തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണത്. അതില് അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് O- ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അനന്തന്റെ വസ്ത്രങ്ങളിലും കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ആയുധത്തിലുള്ള രക്തം ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ കേസിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ഈ കേസിലെ ഏറ്റവും സുപ്രധാന തെളിവാണ് എതിർഭാഗം വക്കീൽ ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത്. അനന്തന്റെ വസ്ത്രത്തിലും അനന്തനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിലും കണ്ട രക്തക്കറ പരിശോധിച്ചതിന്റെ റിസൾട്ടാണിത്. അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് O- ആണെന്ന് ലൈസൻസിൽ നിന്ന് വ്യക്തമാണ്. വസ്ത്രങ്ങളിലും ആയുധത്തിലും ഉണ്ടായിരുന്ന രക്തവും O- തന്നെയാണ്.
ചതുവ് പറ്റിയടാ. നമ്മൾ കളിച്ച കളി എങ്ങനെയോ പുറത്തറിഞ്ഞു. നീ അത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? പിള്ള കാണാൻ വന്നപ്പോ ഞാനത് പറഞ്ഞിരുന്നു. കാര്യസ്ഥൻ പിള്ള മാടശ്ശേരി തമ്പിയെ ചതിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം പിള്ള ഈ വിവരം കൊച്ചു തമ്പി അറിയിച്ചിരുന്നു. മാടശ്ശേരിയിലെ വേലക്കാരി ഈ വിവരം പാലത്തറയിലേക്ക് ചോർത്തി. അങ്ങനെ വക്കീലിന്റെ പദ്ധതികൾ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും അറിഞ്ഞു. ശ്രീധര, ഇവിടെ നിന്നും ഒരു കൊടും ചതിയുടെ കഥ വെളിപ്പെടുകയാണ്. അതെ, മാടശ്ശേരി തമ്പിയെ ചതിച്ചതാര്? പിള്ളയാണോ? അല്ല. കൊച്ചു തമ്പിയാണോ? അല്ല. പാലുണ്ണിയാണോ?